സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. തിങ്കളാഴ്ച ഏർലി മോർണിംഗിൽ അതിരാവിലെ ചേർന്ന ഇസ്രായേൽ ക്യാബിനറ്റ് മീറ്റിംഗ് യോഗത്തിൽ വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഗാസ ഇൻവാഷനെ സംബന്ധിച്ച് നടന്നു എന്നാണ് വാർത്തകൾ ചോർന്നു കിട്ടുന്നത്. ഇത് ക്യാബിനറ്റ് മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ടുകളല്ല, വാർത്താ ഏജൻസികൾ ചാനൽ 12ഉം വൈനെറ്റും ഒക്കെ അവർക്ക് ചോർന്നു കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള വാർത്തയാണ്. അതിൽ ക്യാബിനറ്റിൽ ചേരിതിരിഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നെതന്യാഹുവും റൈറ്റ് വിങ് മിനിസ്റ്റേഴ്സും ഒരു ഭാഗത്തായും അവരുടെ സേനാനായകനായിട്ടുള്ള ഇയാൽ സമീർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രിസഭയിലെ മെമ്പർ അല്ലെങ്കിൽ കൂടി യുദ്ധം നടക്കുന്ന സമയമായതുകൊണ്ട് ജനറൽ ചീഫ് ഓഫ് സ്റ്റാഫ് അദ്ദേഹം കൂടി ഈ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ചേർന്നുകൊണ്ട് വേറൊരു ഭാഗവും തമ്മിൽ വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 6 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ ക്യാബിനറ്റ് മീറ്റിംഗിൽ ഗാസ ഇൻവാഷൻ, ഗാസ സിറ്റി പിടിച്ചെടുക്കുന്നത് മാത്രമായിരുന്നു വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പൊ അതിനകത്ത് ഇയാൽ സമീർ ഇപ്പോഴും പറയുന്നത് ഹമാസ് മുൻപോട്ട് വെച്ചിട്ടുള്ള ആ സമാധാന നിർദ്ദേശം, അതായത് 60 ദിവസത്തേക്ക് വെടിനിർത്തുക, ബന്ദികളിൽ പകുതി പേരെ, ജീവനുള്ളവരെയും മരിച്ചവരെയും പകുതി പേരെ മോചിപ്പിക്കുക എന്നുള്ള ഹമാസിന്റെ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യണം എന്ന അഭിപ്രായക്കാരാണ് ഇയാൽ സമീർ എന്നുള്ളത് നേരത്തെ മുതൽ അറിയുന്ന കാര്യമാണ്. അപ്പൊ അത് ഈ ഗാസ സിറ്റി ഇൻവൈഡ് ചെയ്യാനുള്ള തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം വളരെ ശക്തമായി ഈ തീരുമാനം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നെതന്യാഹു അത് പറ്റുകയില്ല എന്ന് പറയുകയും അങ്ങനെ പൊളിറ്റിക്കൽ നേതൃത്വത്തിന്റെ തീരുമാനത്തിന് വഴങ്ങി IDF ഗാസ ഇൻവാഷനിലേക്ക് കടക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ ഇനിയും ഇത്തരം ഒരു വിഷയം വീണ്ടും ഡിസ്കഷൻ വരികയാണ്. കാരണം ഈ ബന്ദികളുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രഷറുണ്ട്, കൂടാതെ ഇന്റർനാഷണൽ പ്രഷറും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ക്യാബിനറ്റ് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ക്യാബിനറ്റ് ഡിസ്കഷനിൽ വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് രണ്ട് ഭാഗത്തുനിന്നും മുൻപോട്ട് വരികയും സമീറിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ്, അതിനകത്ത് വിദേശകാര്യമന്ത്രി ഗദയോൻ സാറ് ഇയാൽ സമീറിനെ സപ്പോർട്ട് ചെയ്തു. കൂടാതെ ഇന്റലിജൻസ് മിനിസ്റ്റർ ഗില ഗമാലിയൽ എന്ന് പറയുന്ന ആളും സപ്പോർട്ട് ചെയ്തു. കാരണം നമുക്ക് ഊഹിക്കാവുന്നതുപോലെ ഗദയോൻ സാറ് വിദേശകാര്യമന്ത്രിയാണ്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രഷർ ഏറ്റവും കൂടുതൽ വരുന്നത് അദ്ദേഹത്തിന്റെ മേലെയാണ്. കൂടാതെ ഇന്റലിജൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ഗില ഗമാലിയൽ, അദ്ദേഹത്തിനാണ് ഇന്റലിജൻസ് വിവരങ്ങൾ കൃത്യമായി കിട്ടുക. സ്വാഭാവികമായിട്ടും ഈ യുദ്ധം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഈ പറയുന്ന ബന്ധികളുടെ കാര്യം നിശ്ചയമായും ഹാപ്ലെസ് ആണ്. അവരെ ജീവനോടെ തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അത് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അദ്ദേഹത്തിനാണ് ഏറ്റവും കൃത്യമായിട്ട് കിട്ടുക. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനാണ് അത് ഹർട്ടായി വരിക. അപ്പൊ ഇയാൽ സമീറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വെടിയുണ്ടകൾ അല്ലെങ്കിൽ IDFന്റെ വെടിയുണ്ട എന്ന് പറയുന്നത് ഇദ്ദേഹം അടങ്ങുന്ന സംഘമാണ്, ഇദ്ദേഹമാണ് ഈ സേനയെ നയിക്കുന്നത്. അത് സ്വന്തം പൗരന്മാരെ മുറിപ്പെടുത്തും എന്നുള്ള ആ ഒരു വലിയ പ്രയാസമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. അപ്പൊ ഈ 10-20 പേര് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അപ്പൊ ഈ ജീവനോടുള്ള 20 പേരെ നമ്മളുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് മുറിപ്പെടുത്തേണ്ടി വരും എന്നുള്ള വലിയ നൊമ്പരമാണ് ഇയാൽ സമീറിനെ നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബന്ദികളെ തിരിച്ചു കിട്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബന്ദികളെ തിരിച്ചെടുക്കുക എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ള അഭിപ്രായക്കാരൻ ഇയാൽ സമീർ. നേരെ മറിച്ച് നെതന്യാഹു പറയുന്നത് അങ്ങനൊരു വിഷയം, അതായത് ഈ പറയുന്ന പീസ് പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുക എന്നൊരു വിഷയമില്ല, അങ്ങനൊരു കാര്യം നിലവിലില്ല. ദർ ഇസ് നോ സച്ച് തിങ് ഓൺ ദി ടേബിൾ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചുള്ള വാക്ക്. അങ്ങനെ ഒരു ഡിസ്കഷൻ ടേബിളിലില്ല. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്നത് ഇപ്പോൾ നടക്കുന്ന ഗാസ സ്ട്രിപ്പിലെ മിലിറ്ററി ഇൻവാഷൻ, മിലിറ്ററിയുടെ കടന്നുകയറ്റം, അതെങ്ങനെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം, അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, ഇത്തരം വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഹമാസ് മുൻപോട്ട് വെച്ച ഈ പീസ് പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊരു ചർച്ച തന്നെ ഇവിടെ ആവശ്യമില്ല എന്നൊരു നിലപാടാണ് നെതന്യാഹു സ്വീകരിച്ചത്. അതിനിടയിലൂടെ തീവ്ര വലതുപക്ഷ മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ള ഇതാമാർ ഗെൻവീർ, ബസാലേൽ സ്മോട്രിച്ച്, സി വെൽക്കിൻ, ഒറിക് സ്ട്രോക്ക് എന്നിവർ പറയുന്നത് നമുക്കിത് വോട്ടിനിടാം. രണ്ട് വിഷയങ്ങൾ, ഈ ഹമാസിന്റെ ഈ പീസ് പ്രപ്പോസൽ സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് വോട്ടിനിട്ടാൽ നിശ്ചയമായിട്ടും മൃഗീയ ഭൂരിപക്ഷത്തോടെ ഇവരുടെ ഈ പ്രപ്പോസൽ സ്വീകരിക്കേണ്ട എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ നെതന്യാഹു പറഞ്ഞാൽ അങ്ങനെ വോട്ടിടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വോട്ടിനിട്ട് സ്വീകരിക്കാൻ ഈ വിഷയം ടേബിളിലുണ്ടെങ്കിലല്ലേ വോട്ടിനിടേണ്ട കാര്യമുള്ളൂ. ഇത് ടേബിളിലില്ല, ഈ വിഷയം ടേബിളിലില്ല. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇയാൽ സമീറിന്റെ വാ കൊട്ടി അടയ്ക്കണമെന്നൊരു താല്പര്യം അദ്ദേഹത്തിനില്ല. ഇനി വോട്ടിനിട്ട് ഇനി മേലാൻ വേണ്ടി പോകരുത് എന്നുള്ള നിലയ്ക്ക് ഇയാൽ സമീറിനോട് സംസാരിക്കാൻ നെതന്യാഹുവിന് താല്പര്യമില്ല. കാരണം ഇയാൽ സമീർ ആണ് ഈ യുദ്ധം നയിക്കുന്നയാള്. അയാളുടെ മൊറൈലിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് മുൻപോട്ട് പോകേണ്ടത് അദ്ദേഹത്തിന് ആവശ്യം. നെതന്യാഹു പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായവും ട്രംപിന്റെ അഭിപ്രായവും ഒന്ന് തന്നെയാണ്. പാർഷ്യലായിട്ടുള്ള ഡീലില്ല. മുഴുവൻ ബന്ധികളെയും ഒറ്റയടിക്ക് തിരിച്ചു തരികയും ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുകയും ചെയ്താൽ ആ നിമിഷം നമുക്ക് യുദ്ധം നിർത്താം. അല്ലാതെ
പകുതി ബന്ദികളെ തന്നുകൊണ്ട് ജീവനുള്ള പകുതി ആളുകളെയും പകുതി ഡെഡ് ബോഡികളും തിരിച്ചെന്ന് ബാക്കി പകുതി പേരെ കൈപിടിച്ചുകൊണ്ട് അവരൊരു ഡീലിന് ശ്രമിക്കുന്നത് അവരുടെ ഭീകര പ്രവർത്തനം തുടരാനാണ് എന്നുള്ളത് പകൽ പോലെ വെളിച്ചമാണ്. ഒരു ജീവനുള്ള ആൾ അവരുടെ കയ്യിലിരുന്നാലും 20 ജീവനുള്ള ആൾ അവരുടെ കയ്യിലിരുന്നാലും കയ്യിലിരിക്കുന്ന ജീവനാണ്. അപ്പൊ ആ ജീവനെ രക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യവുമാണ്. അപ്പൊ ആ ഒരു ജീവൻ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് വിലപേശാൻ സാധിക്കുമെന്നുള്ള അവരുടെ ശക്തമായ തിരിച്ചറിവാണ് നമ്മളെ വിഡ്ഢികളാക്കാൻ വേണ്ടി അവർ മുൻപോട്ട് വെക്കുന്ന ഈ പാർഷ്യൽ ബന്ദി നാടകം, പാർഷ്യൽ ആയിട്ടുള്ള ബന്ദികളെ കൈമാറാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള നാടകം എന്നാണ് നെതന്യാഹു എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇവരുടെ സഖ്യകക്ഷിയായ ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹത്തിന്റെ അഡ്വൈസ് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നത് ഒരു കാരണവശാലും പാർഷ്യൽ ഡീൽ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫുൾ ഡീൽ, മുഴുവൻ ബന്ദികളെയും തിരിച്ചു തരികയും ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് ഫുൾ ഡീൽ. ആ ഫുൾ ഡീൽ അവര് മുൻപോട്ട് വെക്കുകയാണെങ്കിൽ, അവരതിന് തയ്യാറാണെങ്കിൽ ഏത് നിമിഷവും നമുക്ക് യുദ്ധം നിർത്താം. ട്രംപ് പറയുന്നത് അതിശക്തമായി ഹമാസിനെ അടിക്കുക, ഇസ്രായേലിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ഗാസാസിലുള്ള ഹമാസിനെ അടിച്ചു തീർക്കുക എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇതിന് മുൻപ് ചേർന്ന ക്യാബിനറ്റ് മീറ്റിംഗിലും ഫുൾ ക്യാബിനറ്റ് മീറ്റിംഗിലും ഈ ഡിസ്കഷൻ വന്നതാണ്. ഇത് തന്നെയായിരുന്നു തീരുമാനം. അതായത് ഒരു ഫുൾ ഡീൽ ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ അതിശക്തമായിട്ട് ഹമാസിനെ അടിച്ചു തീർക്കുക എന്നുള്ളതാണ് ഇതിനു മുമ്പിലത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പൊ വീണ്ടും ഒരു വോട്ടിങ്ങിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതില് വളരെ ഹീറ്റഡ് ആയിട്ട് ഡിസ്കഷൻ ഒറിക് സ്ട്രോക്ക് എന്ന് പറയുന്ന വലതുപക്ഷം മിനിസ്റ്ററും ഇയാൽ സമീറുമായിട്ട് ഉണ്ടായതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ ഒറിക് സ്ട്രോക്ക് എന്ന് പറയുന്ന മിനിസ്റ്റർ ബൈബിൾ വചനങ്ങളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് ഭീരുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് പുറത്തു പോകാം, ബാക്കിയുള്ളവരെ വെച്ചുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളാം എന്ന നിലയ്ക്കുള്ള ഒരു സംസാരം ഉണ്ടാവുകയും ഇയാൽ സമീർ ഞാൻ ഭീരുവാണെങ്കിൽ ഇറാന് നേരെ ഞാൻ അടിക്കാൻ പോകുമായിരുന്നു അദ്ദേഹം ചോദിച്ചതായും ഒക്കെ റിപ്പോർട്ടുകൾ ചോർന്നു വരുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഭീരുത്വം കൊണ്ടല്ല, നമ്മളുടെ കൈകൊണ്ട് നമ്മളുടെ ആളുകൾ മരിക്കുന്നു എന്നുള്ള സങ്കടം കൊണ്ടാണ്. മന്ത്രിസഭ എന്ത് തീരുമാനിച്ചാലും മിനിസ്റ്റർ എന്ത് തീരുമാനിച്ചാലും അത് നടപ്പാക്കാൻ സൈന്യം ബാധ്യസ്ഥമാണ്, ഞങ്ങളത് ചെയ്യും. ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രം. കൂടാതെ അദ്ദേഹം പറഞ്ഞതായി പറയപ്പെടുന്നത്, ഇഫ് യു വാണ്ട് ബ്ലൈൻഡ് ഡിസിപ്ലിൻ ബ്രിങ് സമൺ എൽസ്. അതായത് നിങ്ങൾ പറയുന്നത് കണ്ണും പൂട്ടി കേട്ട് ചെയ്യാനുള്ള ആളുകളെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ വേറെ ആരെല്ലാം അപ്പോയിന്റ് ചെയ്തോളൂ, എന്നെ കൊണ്ട് സാധിക്കുകയില്ല എന്നൊരു നില വരെ ഇയാൽ സമീർ പോയതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പിന്നെ നെതന്യാഹു പറഞ്ഞു, വി ഡോണ്ട് വാണ്ട് ബ്ലൈൻഡ് ഡിസിപ്ലിൻ, ഞങ്ങൾക്ക് കണ്ണും പൂട്ടിയുള്ള ഡിസിപ്ലിൻ ആവശ്യമില്ല. ബട്ട് വി നീഡ് നോട്ട് വാണ്ട് സമൺ ഹൂ ഓവർസ്റ്റെപ്സ് അസ്. അതായത് മന്ത്രിസഭയുടെ തീരുമാനത്തിന് മേലെ പോകുന്ന ആളുകളെയും ഞങ്ങൾക്ക് ആവശ്യമില്ല. അപ്പൊ അദ്ദേഹം കാര്യം വ്യക്തമായി പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, പക്ഷേ മിനിസ്ട്രി എടുക്കുന്ന തീരുമാനം നടപ്പാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് ക്യാബിനറ്റ് മീറ്റിംഗ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഗാസയിൽ ഇപ്പോൾ നടക്കുന്ന ഓപ്പറേഷൻ കൂടുതൽ ശക്തമായി മുൻപോട്ട് പോകും. അവരുടെ അബു അബൈദ എന്ന് പറയുന്ന അവരുടെ സ്പോക്സ് പേഴ്സൺ, മിലിറ്ററി സ്പോക്സ് പേഴ്സണെ വധിച്ചതായിട്ടുള്ള വാർത്ത നെതന്യാഹു ലോകമാധ്യമങ്ങളോട് പ്രഖ്യാപിച്ചതായി നമ്മളൊക്കെ ഇന്നലെ മാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഈ ഡിസ്കഷൻ കണ്ട് ഇതിന്റെ അടിയിൽ വന്ന പല ആളുകളും പറഞ്ഞു, ഈ അബു ഒബൈദ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, അതൊരു സ്ഥാനപ്പേരാണ്. കൂടാതെ അയാളെ പിന്നെ ആരും കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ അയാൾ മരിച്ചോ എന്ന് വെരിഫൈ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറെ ആർഗ്യുമെന്റ്സ് നമ്മളുടെ തന്നെ ഇന്നലത്തെ ഡിസ്കഷന്റെ താഴെ വന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംശയമൊന്നും ആർക്കും വേണ്ട. അബു അബൈദ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. ഇസ്രായേൽ ഇദ്ദേഹത്തെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളുണ്ട്. ഇദ്ദേഹത്തിന് ഫോട്ടോ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി സർവ്വസംഗതി ഇദ്ദേഹം എവിടെ ജനിച്ചു, ഏത് വീട്ടിൽ ജനിച്ചു. ഇദ്ദേഹം 1985 ഫെബ്രുവരി 11 ഗാസയിൽ ജനിച്ച ആളാണ്. ഇദ്ദേഹത്തിന്റെ പേര് ഹുദൈഫ സമീർ അൽ കെഹ്ലോട്ട് എന്നാണ്. ഇതൊക്കെ അവർക്കറിയാം. കൂടാതെ അവരുടെ DNA സാമ്പിൾസ് അടക്കമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം മരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഡ്രോപ്പ് ബ്ലഡ് എവിടെയും വീണിട്ടുണ്ടെങ്കിൽ അത് പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് അവനാണോ വെടികൊണ്ടത് എന്നുള്ളത് കൺഫേം ചെയ്യാനുള്ള സംവിധാനമൊക്കെ IDF-നുണ്ട്. അപ്പൊ അതുകൊണ്ട് അബു അബൈദ എന്ന് പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഏതാണ്ടൊരു സാധനമാണ്, അവനെ ആർക്കും കാണാൻ പറ്റിയാല, ആർക്കും തൊടാൻ പറ്റിയാല എന്നൊക്കെ പറയുന്നത് അത് വിഡ്ഢികളുടെ സ്വർഗത്തിലിരിക്കുന്ന ആളുകളുടെ ആർഗ്യുമെന്റ്സ് ആണ്. ഇതൊന്നും വില പോകുന്ന കാര്യങ്ങളല്ല. ഇസ്രായേൽ അവനെ പൊക്കിയിരിക്കും. അപ്പൊ ഇദ്ദേഹം വധിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇത് ഹമാസിന്റെ മുഖമായിരുന്നു. അതോടെ ഹമാസിന്റെ മുഖം മായ്ക്കുന്നതിൽ ഇസ്രായേൽ വിജയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടാതെ ഹൂത്തികളുടെ സ്ഥലത്ത് അവരുടെ മിനിസ്റ്റേഴ്സിനെയും അവരുടെ പ്രൈം മിനിസ്റ്റർ അഹമ്മദ് അൽ റഹാവിയെയും വധിച്ച കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയങ്ങളാണ്. ഇപ്പൊ ഹൂതികൾ അതിന്റെ മേലെ ഭ്രാന്ത് കയറി അവിടെയുള്ള UN കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസിന്റെ യമൻ ക്യാപിറ്റലിലുള്ള സനായിലുള്ള 2 ഓഫീസുകൾ അവർ റെയ്ഡ് ചെയ്യുകയും അവിടെയുള്ള UN ഒഫീഷ്യൽസിനെ പിടിച്ചോണ്ട് പോവുകയും ചെയ്തു. അപ്പൊ ഇസ്രായേൽക്കാരെ ഇവരെ കൊന്നതിന് എന്തിനാണോ UN ഒഫീഷ്യൽസിനെ പിടിച്ചോണ്ട് പോയെന്ന് മനസ്സിലാവുന്നില്ല. വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്ന് പറയുന്ന അവിടെ ഉള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം നൽകുന്ന സംവിധാനം നിയന്ത്രിച്ചിരുന്ന UN വിങ്ങും
അതുപോലെ കുട്ടികൾക്ക് വേണ്ടി സഹായിക്കുന്ന യൂണിസെഫിന്റെ വിങ്ങിലുമുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇവരെ പിടിച്ചോണ്ട് പോയിരിക്കുന്നത്. അപ്പൊ പിടിച്ചോണ്ട് പോയി ഡീറ്റെയിനിങ്സ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇസ്രായേല് അഹമ്മദ് റഹാമിനെ തട്ടിയതിന്റെ പേരിൽ അല്ലെങ്കിൽ അതിന്റെ മിനിസ്റ്റേഴ്സിനെ തട്ടിയതിന്റെ പേരിൽ യു എൻ ഏജൻസിയുടെ ആളുകളെ പിടിച്ചോണ്ട് പോയാൽ ഏത് തരത്തിലാണ് ഇസ്രായേലിൽ നോവുക എന്ന് പറയാൻ പറ്റില്ല. കാരണം യു എനും ഇസ്രായേലും തമ്മിൽ അല്ലെങ്കിൽ തന്നെ തർക്കത്തിലാണ്. അപ്പൊ അതുകൊണ്ട് യു എന്നിന്റെ 4 ഓഫീഷ്യൽസിനെ പിടിച്ചോണ്ട് പോയാൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരെ ബാധിക്കുന്ന വിഷയമല്ല. അവർക്ക് സന്തോഷമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ വിഷയമല്ല. കാരണം യൂണിസെഫ് അവിടെ പ്രവർത്തിക്കുന്ന ഇസ്രായേലിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇസ്രായേൽ അനുകൂലമായിട്ടുള്ള ആർക്കെങ്കിലോ വേണ്ടിയല്ല. യെമനിലുള്ള കുറച്ച് മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ, കുറച്ച് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാനാണ് അവരവിടെ പ്രവർത്തിക്കുന്നത്. ഇനി അവരാരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ നിശ്ചയമായും അത് ഈ തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് അവരിൽ നിന്ന് സഹായം കിട്ടുക എന്നുള്ളത് അനുഭവം കൊണ്ട് ഇസ്രായേലിന് അറിയുന്ന കാര്യവുമാണ്. ഇതൊക്കെയാണ് ഇന്ന് പുറത്തു വരുന്ന വിശേഷങ്ങൾ.